എന്തായാലും റെഗുലറായിട്ട് നമ്മൾ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. സോ എല്ലാവരോടും സോറി പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ അല്ല, കുറച്ച് നാളത്തേക്ക് നമ്മുടെ ടോപ്പിക് ശരിക്കും ഈ പറയാൻ പോകുന്നതിൻ്റെ ഒരു പ്രോജക്റ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് പ്രോജക്ട് സീറോ എന്ന് പറയുന്നൊരു ഇനിഷ്യേറ്റീവാണ് നമ്മൾ ഈ ചാനലിൽ ചെയ്യാൻ പോകുന്നത്. പ്രോജക്ട് സീറോ എന്താണെന്ന് വെച്ചാൽ നിങ്ങളെല്ലാം സീറോ ആക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം. അതായത് സീറോ കൊളസ്ട്രോൾ, സീറോ ഡയബറ്റീസ്, സീറോ ഹൈപ്പർ ടെൻഷൻ, സീറോ ഒബിസിറ്റി, സീറോ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആൻഡ് സീറോ പോസ്റ്റ് മെനോപോസൽ സിംറ്റംസ് എന്ന് പറഞ്ഞാൽ ഒരു 20-50 വയസ്സിന് ഇടയ്ക്കുള്ള ആൾക്കാർക്ക് മരുന്നുകൾ വളരെ കുറച്ചുകൊണ്ട്, മോസ്റ്റ് പ്രോബബ്ലി മരുന്നുകളില്ലാതെ എങ്ങനെ അവരുടെ ജീവിതശൈലി മെച്ചപ്പെടുത്തിയെടുക്കുക എന്നതിനെ കുറിച്ചുള്ളതായിരിക്കും നമ്മുടെ ഈ വരുന്ന വീഡിയോസിലുള്ള പ്രധാന കണ്ടന്റ്. സോ അപ്പോൾ നമുക്ക് എന്തായാലും പുതിയൊരു ഇനിഷ്യേറ്റീവാണ്, നമുക്ക് എങ്ങനെ വരെ നോക്കാം. അപ്പോൾ അതിൻ്റെ ഒരു ഫസ്റ്റ് ചാപ്റ്റർ, അതായത് ഫസ്റ്റ് ലെസൺ എന്ന രീതിയിൽ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ പ്രധാനമായി ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ എല്ലാവരും ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ പലർക്കും പലതായിരിക്കും. പക്ഷെ ഞാൻ ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഷുഗർ എന്ന് പറയുന്നത്, പ്രഷർ എന്ന് പറയുന്നത്, കൊളസ്ട്രോൾ എന്ന് പറയുന്നത് എല്ലാം നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്നാണ് വിളിക്കുക. അതായത് നമ്മുടെ ജീവിത രീതിയോട് നമുക്കുണ്ടാകുന്ന അസുഖങ്ങൾ. സോ ഏതൊക്കെ ജീവിത രീതി കൊണ്ട് ഇത്തരം അസുഖങ്ങൾക്ക് മരുന്ന് കഴിക്കാതിരിക്കാം, അല്ലെങ്കിൽ ഇത്തരം അസുഖങ്ങൾ വരാതെ നോക്കാം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഫസ്റ്റ് ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് പ്രധാനമായിട്ടും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു 20-50 വയസ്സിന് ഇടയ്ക്കുള്ള ആളുകൾക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ്. എന്താണെന്ന് വെച്ചാൽ അവരാണ് മോർ പ്രോൺ ഫോർ ഈ അസുഖം. നമ്മുടെ അച്ഛനമ്മമാരെക്കാളും കൂടുതൽ ഇത്തരം അസുഖങ്ങൾ വരാൻ പ്രോണാണ്. കാരണം നമ്മൾ അവരെക്കാൾ മോശം ഭക്ഷണമാണ് കഴിക്കാൻ, നമ്മൾ അവരെക്കാൾ ഫിസിക്കൽ ആക്ടിവിറ്റി വളരെ കുറച്ചാണ് ചെയ്യുന്നത്. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഈ 20-50 വയസ്സിന് ഇടയിൽ പ്രായമുള്ള ഞാൻ ഉൾപ്പെടുന്ന ഒരു പോപ്പുലേഷനിൽ വരാൻ പ്രധാനമായിട്ടും തോന്നുന്നു. സോ ഞാൻ ഈ ഡിസ്കഷനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, ഫോർ മെൻ ആൻഡ് വുമൺ, സ്ത്രീകൾക്കും പുരുഷന്മാർക്കുള്ള രീതിയിൽ. ഇതിൽ പുരുഷന്മാർ പ്രധാനമായിട്ടും ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് റെഡ് മീറ്റ് ആണ്. റെഡ് മീറ്റ് എന്ന് പറയുമ്പോൾ ബീഫും മട്ടൺ, പോർക്കും അതിനകത്ത് പെടും. ഈ 3 സാധനങ്ങൾ പരമാവധി ഒഴിവാക്കുക. ഒന്നാമത്തെ കാര്യം, റെഡ് മീറ്റ് എന്ന് പറയുന്നത് മനുഷ്യന് വേണ്ടി ഉള്ളതല്ല, അത് പ്യൂർലി കാർണിവോറായ, അതായത് ഈ സിംഹം, പുലി അതുപോലത്തെ ആളുകൾക്ക് വേണ്ടിയുള്ള സാധനമാണ്. ഒന്നാമത് നമ്മുടെ ആമാശയത്തിന് ധരിപ്പിക്കാൻ വേണ്ടത്ര വലിപ്പമോ നീളമോ ഇല്ല. സോ അത് ലോങ് ടേമിൽ കൺസ്യൂം ചെയ്യുന്നത് റെക്ടൽ കാർസിനോമ പോലത്തെ അസുഖങ്ങൾക്ക് തന്നെ കാരണമായേക്കാം. ഓഫ്കോഴ്സ് പ്രഷറും കൊളസ്ട്രോളും എന്തായാലും കാരണമാകും. സോ അത് ഒഴിവാക്കുക, അതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഒഴിവാക്കേണ്ടത്. നമ്മുടെ മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ബീഫാണ്. അപ്പോൾ ബീഫ് വളരെ ഒക്കേഷനലി മാത്രം കഴിക്കുക, 1-2 മാസം കൂടുമ്പോൾ മാത്രം വളരെ കുറച്ച് മാത്രം കഴിക്കുക. അതും വെൽ കുക്ക്ഡ് ആയിട്ടുള്ള, അതായത് നല്ലോണം വേവിച്ച, കുറച്ച് പ്രായമില്ലാത്ത ബീഫ് കഴിക്കാൻ നോക്കുക. പരമാവധി കഴിക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. അതാണ് ഒന്നാമത്തെ ഭക്ഷണം. രണ്ടാമത്തെ ഭക്ഷണം എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണയാണ്. എണ്ണ എന്ന് പറയുന്ന സാധനം കൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പ്രശ്നം എപ്പോഴും ഉണ്ടാകുന്നത് വെച്ചാൽ എണ്ണ വീണ്ടും ചൂടാക്കി ഉപയോഗിക്കുമ്പോഴാണ്. സോ വെളിച്ചെണ്ണയോ തേങ്ങയോ ഇട്ട സാധനങ്ങൾ ഒന്നിൽ കൂടുതൽ തവണ അടുപ്പിൽ കയറ്റാതിരിക്കുക. ഓരോ തവണ ചൂടാക്കുമ്പോഴും ആ വെളിച്ചെണ്ണ മോശമായിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ബേക്കറിയിലെ സാധനങ്ങളും ഹോട്ടൽ ഭക്ഷണങ്ങളും കഴിക്കുന്ന ആരോഗ്യത്തിന് മോശമാണെന്ന് പറയുന്നത്. കാരണം അവിടെ വെളിച്ചെണ്ണ വീണ്ടും യൂസ് ചെയ്യപ്പെടുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചാണെങ്കിലും ഫ്രിഡ്ജിൽ വെക്കാതെ ആണെങ്കിലും വെളിച്ചെണ്ണ തേങ്ങ ഇട്ട സാധനങ്ങൾ ഒന്നിൽ കൂടുതൽ തവണ ഉപയോഗിക്കാൻ പാടില്ല. അത് രണ്ടാമത്തത്. മൂന്നാമത്, ലഹരി പദാർത്ഥങ്ങൾ ഒഴിവാക്കുക. ലഹരി പദാർത്ഥങ്ങൾ ഒഴിവാക്കുക എന്ന് പറയുമ്പോൾ അതിലെല്ലാം പെടും. നിങ്ങൾ വിചാരിക്കും മദ്യപിക്കുന്നതായിരിക്കും കൂടുതൽ പ്രശ്നമൊന്നുമില്ല. ഇപ്പം ഞങ്ങളൊരു മെഡിസിൻ ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് അതിൽ ഓരോ ചാപ്റ്റർ, ഓരോ അസുഖത്തെ കുറിച്ച് പഠിക്കുമ്പോഴും അതിലുള്ള പ്രധാനപ്പെട്ട ഒരു സാധനമാണ് സ്മോക്കിങ്. നമ്മൾ വിചാരിക്കും ചേട്ടന് സിഗരറ്റിൽ മാത്രമേ ഉള്ളൂ, വെള്ളമടി ഇല്ലല്ലോ വിചാരിക്കും. അങ്ങനെയല്ല, മദ്യപാനത്തേക്കാൾ കൂടുതൽ അസുഖങ്ങൾ കാരണമാണ് സ്മോക്കിങ്. അങ്ങനെ വെള്ളമടിച്ചൊന്നുമല്ല, മദ്യപാനവും പ്രശ്നമാണ്, സിഗരറ്റ് വലിയ പ്രശ്നമാണ്, എല്ലാ തരം നാർക്കോട്ടിക്. സോറി കേട്ടോ, വീഡിയോ എടുത്തിട്ട് ഫോൺ അതുകൊണ്ടാണ് എനിക്ക് അപ്പോൾ മദ്യപാനം ചെറുപ്പത്തിൽ പരമാവധി ഒഴിവാക്കുക. അത് നിങ്ങളുടെ ആരോഗ്യത്തിനും മനസ്സിനും സാമ്പത്തിക അവസ്ഥയ്ക്കും വളരെ നല്ലതായിരിക്കും. പിന്നെ അടുത്തത് നമ്മൾ പ്രധാനമായിട്ട് ഒഴിവാക്കണം എന്ന് ഞാൻ പറയില്ല, കൺട്രോൾ ചെയ്യേണ്ട സാധനം എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ്സ് ആണ്. കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, മലയാളികളെ സംബന്ധിച്ചിടത്തോളം ചോറ്, പുട്ട്, ദോശ ഇതൊക്കെ നല്ല കാർബോഹൈഡ്രേറ്റ്സ് ആണ്. അപ്പോൾ ഇത് കഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ റിക്വയർമെന്റ് എന്താണോ അതനുസരിച്ച് കഴിക്കുക. ഇപ്പോൾ ഒരാൾ സൗണ്ട് എടുക്കാൻ പോവാണ്, പുള്ളിക്ക് അത്യാവശ്യം നല്ലോണം ചോറ് കഴിക്കാം. പക്ഷേ ഒരാൾ ബാങ്കിൽ അക്കൗണ്ടന്റ് ആയിട്ട് ഫുൾ ടൈം ഇരുന്ന് ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ കാർബോഹൈഡ്രേറ്റ്സ് പരമാവധി ഒഴിവാക്കുക. അതായിരിക്കും ഏറ്റവും നല്ലത്. അടുത്തതെന്ന് പറയുന്നത് നമ്മൾ പ്രോട്ടീൻ എല്ലാവരും പ്രോട്ടീൻ നല്ലതാണെന്ന് പറയാം. പക്ഷേ പ്രോട്ടീൻ കഴിക്കുമ്പോൾ
സാധനം കടിച്ചു വരുന്ന പ്രോട്ടീനകത്ത് ടോക്സിസിറ്റി വളരെ കൂടുതലായിരിക്കും. നമ്മൾ മേടിക്കുന്ന മീനാണെങ്കിലും നമ്മൾ മേടിക്കുന്ന ഇറച്ചിയാണെങ്കിലും എല്ലാം അതിൻ്റെ ഗുണനിലവാരം ഉറപ്പാക്കി വാങ്ങാൻ ശ്രമിക്കുക. അടുത്തത് മരുന്നുകളാണ്. എല്ലാവരും ചോദിക്കാൻ മരുന്ന് കഴിച്ചാൽ എന്താ പ്രശ്നം ചോദിക്കും. നമ്മൾ പെയിൻ കില്ലേഴ്സും ആൻറ്റിബയോട്ടിക്സും ആവശ്യമില്ലാതെ ഉപയോഗിക്കുന്നത് നമ്മുടെ പല അസുഖങ്ങൾക്കും കാരണക്കാരനായേക്കാം, പ്രത്യേകിച്ച് ഫാറ്റി ലിവർ പോലുള്ള അസുഖങ്ങൾ. സോ മരുന്നുകളുടെ ഉപയോഗം, പ്രത്യേകിച്ച് പാരസെറ്റാമോളും മറ്റ് പെയിൻ കില്ലേഴ്സ് പോലുള്ള പെയിൻ കില്ലേഴ്സ് പരമാവധി കുറയ്ക്കുക. അപ്പോൾ ഇതൊക്കെയാണ് പുരുഷന്മാരുടെ കാര്യത്തിൽ. സ്ത്രീകൾക്ക് ആപ്ലിക്കബിൾ ആണ്, പക്ഷേ പുരുഷന്മാരുടെ ഇതാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. സ്ത്രീകളിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആപ്ലിക്കബിൾ ആണ്. ഞാൻ പുരുഷന്മാർക്ക് വേണ്ടി പറഞ്ഞ എല്ലാ കാര്യങ്ങളും അവോയ്ഡ് ചെയ്യേണ്ടതാണ്. പക്ഷെ സ്ത്രീകളിൽ നിങ്ങൾ പ്രധാനമായിട്ടും അവോയ്ഡ് ചെയ്യേണ്ട വേറൊരു കാര്യമുണ്ട്. അതാണ് ഈ ഭക്ഷണം കറക്റ്റ് ടൈമിൽ കഴിക്കുക എന്നുള്ളതാണ്. അതായത് ടൈമിംഗ് വളരെ പ്രധാനമാണ്. നമ്മുടെ നാട്ടിലെ മിക്ക അമ്മമാരും എന്താ ചെയ്യാന്ന് വെച്ചാൽ ആദ്യം ആ വീട്ടിലുള്ള എല്ലാവരുടെയും കാര്യം കഴിഞ്ഞിട്ട് അവസാനമായിരിക്കും ഭക്ഷണം കഴിക്കുക. സോ ഭക്ഷണത്തിന് ടൈം ടേബിൾ ഉണ്ടാവണം. നമ്മൾ സ്കൂളിൽ ലഞ്ച് ബ്രേക്കും എന്താ ഷോർട്ട് ബ്രേക്ക് ഒക്കെ വെച്ച് ഭക്ഷണം കൊടുക്കുന്ന പോലെ നിങ്ങളുടെ ഭക്ഷണത്തിന് ഒരു സമയം കണ്ടെത്തുക. ആ സമയത്ത് കറക്റ്റായിട്ട് കഴിക്കുക. 20 വയസ്സിന് ശേഷമുള്ള സ്ത്രീകൾ പാൽ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത് പരമാവധി കുറയ്ക്കുക. അത് പല അസുഖങ്ങൾക്ക് കാരണമാകുമെന്ന് പുതിയ പല ഗവേഷണങ്ങളിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, 20 വയസ്സിന് ശേഷം സ്ത്രീകൾ പാൽ കുടിക്കുന്നതുകൊണ്ട് വലിയ ഗുണങ്ങളൊന്നും കിട്ടാനില്ല. കുറച്ച് കാൽസ്യവും അല്ലെങ്കിൽ വളരെ കുറഞ്ഞ ലെവലിൽ പ്രോട്ടീനും അങ്ങനെ എന്തെങ്കിലും കിട്ടിയാലായി. സോ അതുകൊണ്ട് അത് കഴിച്ചുണ്ടാകുന്ന റിസ്ക് അതിൽ നിന്നുണ്ടാകുന്ന ഗുണത്തേക്കാളും വളരെ കൂടുതലാണ്. സോ അതുകൊണ്ട് പാൽ ഉൽപ്പന്നങ്ങളും സ്ത്രീകൾ 20 വയസ്സിന് ശേഷം കഴിക്കുന്നത് പരമാവധി കുറയ്ക്കുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷണത്തിലെ മസാലയുടെ അളവ് വളരെ 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 കുറയ്ക്കുക. മസാല എന്ന് പറയുന്നത് നമ്മൾ ഏത് മസാല ആണെങ്കിലും, മസാല എന്ന് ഞാൻ പറയുമ്പോൾ അതിനകത്ത് മുളകുപൊടി വരും, മല്ലിപ്പൊടി വരും, ഉപ്പുപൊടി വരും, എല്ലാ മസാലകളും വരും. നമ്മൾ ചേർക്കുന്ന എല്ലാ സ്പൈസസും എല്ലാ മസാലകളും നമ്മുടെ ശരീരത്തിന് ഒരു ബാധ്യതയാണ്. സോ ഫ്ലേവർ കിട്ടാൻ വേണ്ടി മാത്രം അത്ര സാധനങ്ങൾ ഉപയോഗിക്കുക. മസാലയുടെ ഒപ്പം തന്നെ ഉപ്പും പഞ്ചസാരയും ആണെങ്കിലും അളവിനനുസരിച്ച് മാത്രം ഉപയോഗിക്കുക. പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ വിശപ്പിന് വേണ്ടി മാത്രം ഭക്ഷണം കഴിക്കുക. കൊതിക്ക് വേണ്ടിയുള്ള ഭക്ഷണങ്ങൾ പരമാവധി കുറയ്ക്കുക. ജങ്ക് ഫുഡ് മാക്സിമം കഴിക്കാതിരിക്കുക. ജങ്ക് ഫുഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിലുണ്ടാക്കാത്ത കവറിൽ കിട്ടുന്ന എല്ലാ സാധനവും ജങ്ക് ഫുഡാണ്. ചിലർ വിചാരിക്കും ലേസും ചീറ്റോസും മാത്രമുള്ള ജങ്ക് ഫുഡ്, ഉപ്പേരി മിച്ചർ കുഴപ്പമില്ല. പക്ഷെ അങ്ങനെയല്ല. നമ്മുടെ വീട്ടിൽ പാകം ചെയ്യാത്ത എന്നാൽ കവറിൽ വരുന്ന എല്ലാ സാധനവും ജങ്ക് ഫുഡാണ്. അതിലെല്ലാം കളറും അതിലെല്ലാം പ്രിസർവേറ്റീവ്സും അതിനകത്ത് വേണ്ടാത്ത സാധനങ്ങളൊന്നും കാണത്തില്ല. സോ അതുകൊണ്ട് ജങ്ക് ഫുഡ് പരമാവധി ഒഴിവാക്കുക. വിശക്കുമ്പോൾ മാത്രം ഭക്ഷണം കഴിക്കുക. കൊതിയുള്ളപ്പോൾ ഭക്ഷണം കഴിക്കുന്നത് പരമാവധി കുറയ്ക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഞാനൊരു സർഫസ് ലെവലായിട്ട് മാത്രമേ ഇത് പറഞ്ഞിട്ടുള്ളൂ. നമ്മളിത് കുറച്ചുകൂടെ ഡീപ്പായിട്ട് അതിന് വരുന്ന വീഡിയോസിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ഇതിലെന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ താഴത്തെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. ഞാൻ ഓരോ സംശയത്തിനും ഇൻഡിവിജ്വലി ആൻസർ ചെയ്യുന്നതായിരിക്കും. സോ ഇത്രയുള്ള വീഡിയോയിൽ ഹാപ്പി ആയിട്ടിരിക്കുക. ഇഷ്ടമുള്ളത് മാത്രം ചെയ്തുകൊണ്ടിരിക്കുക. ഇഷ്ടമുള്ളത് മാത്രം കഴിക്കുക. കഴിക്കുമ്പോൾ വിഷമമുള്ളത് മാത്രം കഴിക്കുക. നല്ലത് മാത്രം കഴിക്കുക. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഓക്കെ, ബൈ.